माधवा बिहारी जय गोपीचन वल्लभा गिरिवरधारी जय गोपीचन वल्लभा गिरिवरधारी यशोदानंदन प्रज जनरंजन यशोदानंदन प्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद द्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद 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 जय जय प्रभु जय जय गुरुदेव 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 जय जय गुरुदेव सॉरी ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत् हरे कृष्ण ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതം അഞ്ചാമത്തെ സ്കന്ധം 22-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം അതാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രഹങ്ങളുടെ ഭ്രമണഫലം. ഹരേ കൃഷ്ണ. കൃഷ്ണ സ്കന്ധം എത്ര പ്രഭു? അഞ്ചാമത്തെ സ്കന്ധം മറിച്ച് അഞ്ചാമത്തെ സ്കന്ധത്തില് 22-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം 5:22:1 രാജോവാച യദേദ്ഭഗവത് ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമാദോ രാശീനാമഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണിത മമ മനുഷ്യ വയം കഥമനു മിമിമഹീമി രാജോവാച യദേതദ്ഭഗവത ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശിനാമഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണിത മുമുഷ്യ വയം കഥമനുമിമി മഹീധി രാജോവാച യദേതദ്ഭഗവത ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശിനാമഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണദ്യ മമുഷ്യ വയം കഥമമുൻ മുമി മഹീധി. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. പരീക്ഷിത് മഹാരാജാവ് ശുഖദേവ ഗോസ്വാമിയോട് അന്വേഷിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭഗവാൻ പരമശക്തനായ സൂര്യദേവൻ ധ്രുവലോകത്തേക്കും ആ സുമേരു പർവ്വതത്തെയും അദ്ദേഹത്തിന്റെ വലതുവശത്താക്കി ധ്രുവലോകത്തിന് ചുറ്റും സഞ്ചരിക്കുന്നു എന്ന സത്യം അങ്ങ് പ്രമാണീകരിച്ചു കഴിഞ്ഞു. എങ്കിലും അതേസമയം തന്നെ സൂര്യദേവൻ ജ്യോതി ചക്രത്തിലെ രാശികളെ അഭിമുഖീകരിക്കുകയും സുമേരുവിനെയും
ധ്രുവലോകത്തെയും അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യിക്കുകയും ചെയ്യും. സൂര്യദേവൻ ഒരേ സമയം സുമേരുവിനെയും ധ്രുവലോകത്തെയും തന്റെ വലതുവശത്തും ഇടതുവശത്തും നിർത്തി സഞ്ചരിക്കുന്നുവെന്നത് ഞങ്ങൾക്ക് യുക്തിപൂർവം സ്വീകരിക്കാൻ എങ്ങനെ കഴിയും? പരീക്ഷിത് മഹാരാജാവ് ശുഭദേവ് ഗോസ്വാമിയോട് ചോദിക്കാം. ഇതിൽ ഭാവാർത്ഥമില്ല, പ്രഭുപാദൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്കും ഭാവാർത്ഥമില്ല. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തസ്യ അഞ്ജനാഞ്ജനാശലാഖ്യ ചക്ഷുരുന്മേലനമന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദുലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമനി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി നിർവിശ്വസ്വാമി പാശ്ചാത്യ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासरि गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മറ്റൊരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും എൻ്റെ തന്നെ നമസ്കാരം. ഹരേ കൃഷ്ണ. ഒരു ദിവസം ഒരു യുവാവ് ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അദ്ദേഹം ദൂരെ ഒരു ചെറിയൊരു പ്രകാശം കണ്ടു. അപ്പൊ അദ്ദേഹം ആ പ്രകാശത്തിന്റെ ദിക്ക് നോക്കിയിട്ട് അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. അടുത്തടുത്ത് ചെന്നപ്പോൾ അതൊരു കൂറ്റൻ ബംഗ്ലാവാണെന്ന് മനസ്സിലായി. വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ്. അദ്ദേഹം ചുറ്റും നോക്കി, അവിടെ ആരെയും കണ്ടില്ല. പതുക്കെ അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക്, ആ ബംഗ്ലാവിലേക്ക് കടന്നു, അകത്തേക്ക് കയറി. അവിടെ ചെന്ന് കയറിയപ്പോഴാണ് കാണുന്നത് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വലിയൊരു ഹാള്. അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഒരുപാട് തട്ടുകളുള്ള എന്താണ് വിളക്കുകൾ അല്ലേ, കാന്റിലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള വലിയ വിളക്കുകൾ, പിന്നെ എന്താണ് സുന്ദരമായ കുഷനോട് കൂടിയിട്ടുള്ള കസേരകൾ, മനോഹരമായ എന്താണ് മാറ്റുകള്, പരവതാനികൾ, വലിയൊരു TV പോലത്തെ ഒരു സാധനം. അങ്ങനെ എല്ലാം വളരെയധികം എന്താണ് ആനന്ദകരമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം. വളരെ വൃത്തിയാക്കി അടുക്കി വെച്ചിരിക്കുക അല്ലേ. അപ്പൊ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എല്ലാം കണ്ടിട്ട് അടുത്ത മുറിയിലോട്ട് പോയി. അടുത്ത മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാം. ഫ്രൂട്ട്സ് ആകട്ടെ, എന്താണ് ജ്യൂസ് ആകട്ടെ, കായ്കനികളാകട്ടെ, എന്താണ് പിന്നെ ഈ അരി കൊണ്ടുള്ള കാര്യങ്ങൾ, അതായത് ബിരിയാണി പോലെയുള്ള കാര്യങ്ങൾ, സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഗുലാബ് ജാം എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കാം, ഇഷ്ടംപോലെ വെച്ചിരിക്കാം അല്ലേ. അദ്ദേഹം എല്ലായിടത്തും നോക്കി, ആരെയും കണ്ടില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, പതുക്കെ അവിടെ ഇരുന്ന് ഒരു പാത്രമൊക്കെ എടുത്ത് എല്ലാം അങ്ങോട്ട് വിശദീകരിച്ച് കഴിക്കാൻ തുടങ്ങി. മൃഷ്ടാനം കഴിച്ചു അല്ലെ, വയറ് നിറഞ്ഞു. കഴിച്ചിട്ട് തിരിച്ചു വന്ന് അവിടെ ഒരു വലിയ TV ഇല്ലേ, ആ ഹാളിൽ വന്നിട്ട് ആ TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വീടാണോ? അല്ല. അദ്ദേഹം ചെയ്തത് ശരിയാണോ? നമുക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ? ആർക്കെങ്കിലും പറയാമോ? തെറ്റാണ്. താങ്ക് യു ബാലജി. ഹരേ കൃഷ്ണ. തെറ്റാണ് അല്ലേ. കാരണം ആ യുവാവ് ആ ബംഗ്ലാവിന്റെ ഓണറല്ല, ആ കൊട്ടാരത്തിന്റെ ഓണറല്ല. അത് മാത്രമല്ല, അദ്ദേഹം ആ ബംഗ്ലാവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തിരക്കാനും പോയില്ല അല്ലേ. അപ്പോ നമുക്ക് എല്ലാവർക്കും മാതാജി പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ആ യുവാവ് തെറ്റാണ് കാണിച്ചതെന്നും അദ്ദേഹം ശിക്ഷാർഹനാണെന്നും അല്ലേ. ആണോ അല്ലയോ? ആണ്, തീർച്ചയായും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അദ്ദേഹം കാണിച്ചത് തീരെ ഇതാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന് ശിക്ഷ അർഹിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുവാവ് ആരാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരുമാണ് ഈ യുവാവ്. നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ആ യുവാവ്. എന്താ കാര്യം? നമ്മൾ ഈ ലോകത്ത് വന്ന് ഇവിടെയുള്ളതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ലോകം നമുക്കുള്ളതാണോ? അല്ല. ഇത് ആരുടെ ആണെന്ന് പോലും നമ്മൾ തിരക്കാതെ അങ്ങോട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക
അല്ലേ? നമ്മൾ തിരക്കില്ല, ഇത് ആരുടെയാണ്, നമുക്കത് എടുക്കാൻ പാടുന്നു, ഒന്നും ചോദിച്ചില്ല. അല്ലേ? തട്ടി. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഏഹ്, ഇതെല്ലാം തന്നെ ഭഗവാന്റെ എന്താണ്, വസ്തുക്കളാണ്. അല്ലേ? അത് നമ്മൾ അപഹരിച്ച് അനുവാദം പോലും ഇല്ലാതെ, അനുവാദം പോലും ചോദിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വത്താണെന്നും അതല്ലാതെ എന്താണ്, നാം ഇതൊക്കെ ആസ്വദിക്കാൻ മാത്രം ശ്രമിച്ചാൽ നമ്മളും ശിക്ഷാർഹരാണ്. അല്ലെ? അപ്പൊ നമുക്കും ശിക്ഷ കിട്ടേണ്ടത്. കാര്യം എന്താണ്? നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഞ്ചാമത്തെ സ്കന്ധം പറയുന്നത് ഈ കാണുന്നതെല്ലാം ഭഗവാന്റേതാണ്. അല്ലെ? ഏതെല്ലാം നാം എന്താണ് ഭഗവാന്റെ സേവയിൽ ഇതെല്ലാം തന്നെ നമ്മൾ എന്താണ് ഭഗവാന്റെ സേവയിലാണ് വിനിയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് ആസ്വദിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷാർഹരാണ്. ഒരു നന്ദി പോലും പറയാൻ നമുക്കറിയില്ല. രണ്ടാം സ്കന്ധത്തില് പരീക്ഷിത് മഹാരാജ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ അഞ്ചാം സ്കന്ധം പോലും അല്ലെ എത്തിയിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കണമെന്ന് നോക്കണം. അല്ലേ? ബേസിക് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ് 5 ചോദ്യങ്ങളാണ് പരീക്ഷിത് മഹാരാജ ആരായുന്നത്. അല്ലെ? അടുത്തത് ഭാഗവതം എന്തു മനോഭാവത്തിൽ മനസ്സിലാക്കണം, ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം. അല്ലെ? പരമസൃഷ്ടാവ് ആരാണ്? സർവസൃഷ്ടിയുടെ സൃഷ്ടാവ് അല്ലെ? പരമകാരണം അല്ലെങ്കിൽ പരമകാരണം ആരാണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. സൃഷ്ടിയുടെ പ്രക്രിയ എന്താണ്? സൃഷ്ടി എങ്ങനെ ഉണ്ടാകും? സൃഷ്ടിയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ? ആർക്കാണ് ഈ സൃഷ്ടികർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാത്തത്? ആർക്കാണ് ഈ സൃഷ്ടികർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്ത് യോഗ്യതയാണ് അവർക്കൊക്കെ വേണ്ടത്? ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് യോഗ്യത വേണം? അല്ലെ? എങ്ങനെയാണ് നമുക്ക് ഭഗവാനിൽ എത്താൻ പറ്റുക? ഇതൊക്കെയാണ് പരീക്ഷിത് മഹാരാജ് ചോദിച്ചത്. അല്ലെ? ഇപ്പൊ സുഖദേവ ഗോസ്വാമി ഇതിന് ഉത്തരമായി പറഞ്ഞു. പണ്ട് ഇതേ ചോദ്യങ്ങൾ നാരദമുനി ബ്രഹ്മദേവനോട് ചോദിച്ചിട്ടുണ്ട്. അല്ലെ? അതിന്റെ ഉത്തരമാണ് ബ്രഹ്മദേവൻ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കഥ ആര് പറയുന്നത്? വ്യാസദേവൻ പറയുന്നു. അപ്പൊ വ്യാസദേവനായിട്ട് പറഞ്ഞില്ല. പിന്നെ പണ്ട് ഇത് ആര് ചോദിച്ചിട്ടുണ്ട്? നാരദമുനി ചോദിച്ചിട്ടുണ്ട്. നാരദമുനി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ ഗുരുവുമായിട്ടുള്ള ബ്രഹ്മദേവൻ എന്താണ് പറഞ്ഞു കൊടുത്തത്, എന്താണ് ഉത്തരം പറഞ്ഞു കൊടുത്തത്, അതാണ് അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്യുന്നത്. അല്ലെ? ഈ എന്താണ് നമ്മുടെ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും കഥകളാണ്. ഇനി ഇതെങ്ങനെയാണ് ഇപ്പോ വ്യാസദേവൻ പറയുന്നുണ്ട്, നാരദമുനി ഇതെങ്ങനെയാണ് ബ്രഹ്മദേവനോട് ചോദിച്ചതെന്ന്. അല്ലെ? നമ്മള് ചില ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തൊക്കെ അവസാനമൊക്കെ ആകുമ്പോൾ അല്ലെ, അവസാനം നമുക്ക് ഉദ്യോഗങ്ങളുണ്ട് അല്ലെ? ആ സമയത്ത് എനിക്കിതൊക്കെ അറിയാം, ഈ പറയുന്ന ആൾക്ക് ഇതൊക്കെ അറിയാമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കണം. അതും അല്ലെ എന്തോ ഭാവമായിട്ട്, എന്നാ പറ, അറിയാമെങ്കിൽ പറ എന്നുള്ള നിലയിലാണ്. അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നാരദമുനി എങ്ങനെയാണ് ബ്രഹ്മദേവനോട് ചോദിച്ചതെന്ന് വ്യാസദേവൻ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലെ? നാരദമുനി വളരെ വിനയത്തോടുകൂടി കൈകൂപ്പി ബ്രഹ്മാവിന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് ആണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അങ്ങനെക്ക് ദയവ് ചെയ്ത് പറഞ്ഞു തരണം എന്നുള്ള നിലയിലാണ്. അല്ലെ? അപ്പൊ നമ്മള് ആരോട്, പ്രത്യേകിച്ച് ഗുരുക്കന്മാരോട്, ആചാര്യന്മാരോട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചോദിക്കാനായിട്ട്, വളരെ വിനയനമായിട്ട്. അല്ലെ? നമുക്കൊന്നും അറിയില്ല, അങ്ങ് എന്തെങ്കിലും പറഞ്ഞു തരണം എന്നാണ്. പ്രഭുപാദര് ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഉദാഹരണത്തോടു കൂടി. എന്തൊക്കെയാണ്? എങ്ങനെ നമ്മുടെ ഗുരുവിനെ സമീപിക്കാം, അല്ലെ? ഈ വിഷയത്തിൽ അധികാരമുള്ള ഗുരുവിനെ സമീപിക്കണം. ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ പരമ്പരയിൽ വരുന്ന ഗുരു പരമ്പരയിൽ വരുന്ന ആചാര്യന്മാർ, അവരുടെ അടുത്ത് വേണം ഇതൊക്കെ ചോദിക്കാൻ. അല്ലാതെ റോഡിൽ പോകുന്ന ആയിരത്തെങ്കിലും ചോദിച്ചിട്ട് കഥയില്ല. അല്ലെ? നമുക്ക് ഉത്തരം കിട്ടും, പക്ഷെ അതൊന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ഓതന്റിക് ആവണമെന്നില്ല. അല്ലെ? അപ്പൊ നമ്മള് 2 കാര്യങ്ങളാണ് പ്രഭുപാദ പഠിപ്പിക്കുന്നത്. എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ സമീപിക്കേണ്ടത്? വളരെ വിനയത്തോടു കൂടി നമ്മൾ അല്ലേ നമസ്കരിച്ചിട്ട് വളരെ വിനയത്തോടു കൂടി ശബ്ദം ഒരുപാട് ഉയർത്താതൊക്കെ വേണം നമ്മൾ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. ഒന്ന് പറഞ്ഞു തരണം ഭഗവാനെ എന്നുള്ള നിലയിൽ വേണം നമ്മൾ ചോദിക്കാനായിട്ട്.
പിന്നെയോ ഏ ആരോടാണ് ചോദിക്കേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം, അല്ലേ? ഏ? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ചോദിക്കരുത്. അവരുടെ സ്പെക്കുലേഷൻ അല്ല നമുക്ക് വേണ്ടത്. സ്ക്രിപ്റ്റേഴ്സ് എന്ത് പറയുന്നു അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആചാര്യന്മാരെന്താ പറഞ്ഞത് അതാണ് വേണ്ടത്. നമ്മുടെ ഗുരുക്കന്മാരെന്താ പറഞ്ഞത് അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പറയുന്നവരോട് മാത്രമേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. അല്ലേ? ഈ രണ്ട് കാര്യം വളരെ സ്പഷ്ടമായിട്ട് പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു തരാം, അല്ലേ? ഉം. അപ്പോ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ബൈ പ്രാക്ടിക്കൽ. എന്തൊക്കെയാണ്? നമുക്ക് ഈ ഭൗതിക ലോകം അറിയാം. ഈ ലോകത്ത് എന്തൊക്കെയുണ്ട്? നാം എല്ലാ പേരും എന്താണ് ജീവാത്മാക്കളാണ്, അത് നമുക്കറിയാം. അത് നമ്മുടെ എന്താണ് ജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. നാം എല്ലാവരും എല്ലായ്പ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കും, അല്ലേ? ഈ ഭൗതിക ലോകം നമുക്കറിയാം, പിന്നെ നമ്മളെല്ലാവരും ജീവാത്മാക്കളാണെന്നുള്ളത് സത്യം, അല്ലെ? പിന്നെ നമ്മളെല്ലാവരെയും ഇങ്ങനെ ഓരോ നിമിഷവും പലരും ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കും, അല്ലേ? പക്ഷെ നമ്മൾ വിചാരിക്കണം വി ആർ വെരി ഇതാണ് സ്വതന്ത്രരാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നത്. അപ്പോ ബ്രഹ്മദേവൻ പതുക്കെ പറയാണ്, പ്രിയപുത്ര, നീ ഈ ചോദ്യം ചോദിച്ച് നോക്കണം. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നോക്കണം. ബ്രഹ്മദേവൻ എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ കരഞ്ഞു പോകും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? അവരുടെയൊക്കെ ആ വിനയം. ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞ ആരാ? എപ്പോ നോക്കിയാൽ താഴെ കാണുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, അല്ലേ? ഭഗവാന്റെ നാഭിയിൽ നിന്നല്ലേ ആ താമരയിൽ അദ്ദേഹം ഇരിക്കുന്നത്, അല്ലേ? ഏഹ് അപ്പോ ആദ്യത്തെ എന്താണ് സൃഷ്ടാവാണ്. ആദ്യത്തെ സൃഷ്ടിയാണ് ആര്? ബ്രഹ്മദേവൻ. ഭഗവാൻ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കണ്ടില്ല, ഒറ്റയ്ക്കായിരുന്നു, അല്ലെ? അദ്ദേഹത്തിനാണ് ആദ്യത്തെ ജ്ഞാനം കിട്ടിയത്. അപ്പൊ അദ്ദേഹമാണ് സൃഷ്ടികർത്താവിന്റെ മെയിൻ ആള്. ഈ നാരദമുനി ചോദിക്കണ എങ്ങനെയെന്നറിയോ? അങ്ങൊരു വലിയ സൃഷ്ടികർത്താവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് ബ്രഹ്മദേവനെയാണ് പറയുന്നത്, അല്ലെ? അങ്ങ് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അതിന്റെ ചുരുക്കം എന്താണ്? അതിന്റെ രഹസ്യം എന്താണ്? എന്നൊക്കെയാണ് നാരദമുനി ചോദിക്കുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ പറയാണ്, പ്രിയപുത്ര, കേൾക്കണം. നീ ഈ ചോദ്യം ചോദിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്, അല്ലെ? നീ എന്നോട് ഈ ചോദിച്ചത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എനിക്ക് അഹങ്കാരമല്ല, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാന്നുള്ള നിലയിലല്ല പുള്ളി പറഞ്ഞത്. പിന്നെയോ, നീ ഇത് ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തിന്? ഏഹ് നീ എന്നിൽ ഒരുപാട് കരുണയുള്ളവനാണ്. മകനോട് പറയാ, ശിഷ്യനോട് പറയാ, എന്താണ്? നീ എന്നിൽ ഒരുപാട് കരുണയുള്ളവനാണ്. ബ്രഹ്മദേവനാണ് ഈ പറയുന്നതെന്ന് ഓർത്തോണം, അല്ലെ? എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നീ ഇത് എന്നോട് ചോദിച്ചത് എന്ന് എനിക്കറിയാം. നോക്കണേ, അവരിൽ ഇനി എന്ത് ശുദ്ധീകരിക്കാനാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ബ്രഹ്മദേവന് ഏഹ് ഒരു ഒരു അശുദ്ധി ഇല്ലാത്ത ഒരാള്, അല്ലെ? എപ്പോഴും ഭഗവാനെ നാരായണ നാരായണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെ? ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നോക്കി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത്, എന്താണ്? ഏഹ് എന്നിൽ ഒരുപാട് കരുണയുള്ളവനാണ്, എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നീ ഇത് എന്നോട് ചോദിച്ചത്. അല്ലാതെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല, നിനക്കിതെല്ലാം അറിയാം. എന്നാൽ എനിക്ക് വേണ്ടിയാണ്, എന്റെ നല്ലതിന് വേണ്ടിയാണ് നീ ചോദിച്ചതെന്നാണ് ആര് പറയുന്നത്? ബ്രഹ്മദേവൻ ശിഷ്യനോട് പറയും. നോക്കണം, അതൊക്കെയാണ് നമ്മൾ, ആ വിനയങ്ങളാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്, അല്ലേ? ഏഹ് ഭഗവാനെ സ്തുതിക്കാനായി ഞാൻ വളരെ ആകാംക്ഷയുള്ളവനാണ്. അപ്പൊ നീ അതിനൊരു അവസരം തന്നല്ലോ, വളരെ നന്ദിയുണ്ട് എന്ന് വേണം പറയാൻ, അല്ലെ? അപ്പൊ ഇവിടെ ബ്രഹ്മദേവന്റെ രണ്ട് ക്വാളിറ്റീസ് കാണുന്നു. അദ്ദേഹത്തിന്റെ വിനയവും ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള ആ ത്വര, അല്ലെ? ആ ഒരു എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വാതോരാതെ സംസാരിക്കാനുള്ള ഒരു അവസരമാണത്. അത് നന്നായിട്ട് ഉപയോഗപ്പെടും. വെരി ഗുഡ്, അല്ലെ? വളരെ വളരെ ഹാപ്പിയാണ് അദ്ദേഹം. ആ ആഗ്രഹം, അല്ലെ? എനിക്ക് ഭഗവാനെ കുറിച്ച് പറയണം 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 എന്ന് പറയും. ആ അഭിലാഷം. ശുദ്ധ ഭക്തന്മാർ എപ്പോഴും അങ്ങനെയാണ്. അവർക്ക് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വളരെ ആകാംക്ഷഭരിതരാണ്. ഒരു ചാൻസ് കിട്ടിയാൽ മതി, നമ്മളെല്ലാം കൂടി ചാടി വീഴും, അല്ലെ? ഭഗവാനെ കുറിച്ച് പറയാനായിട്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ എപ്പോഴും, ആ ശുഷ്കാന്തിയിലായിരിക്കണം. യാർ ഇതേക്കോ താരേക്കാഹോ കൃഷ്ണ ഉപദേശം എന്നാണ് നമുക്ക് നമുക്ക് എന്താണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നത്. അപ്പൊ അത് നമ്മൾ അനുസരിക്കണ്ടേ, അല്ലെ? ചൈതന്യ മഹാപ്രഭു ഇത് ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? നമുക്ക് വേണ്ടിയാ പറഞ്ഞത്, അല്ലെ? അപ്പൊ അത് നമ്മൾ അനുസരിക്കണം. ആരെ ആരെ കണ്ടാലും നമ്മൾ എന്ത് പറയണം? ഭഗവാൻ കുറിച്ചിട്ട് പറയണം. നമ്മുടെ താല്പര്യം എന്താണ്? ഉള്ളിലുള്ള ഭൗതികമായ താല്പര്യം എന്താണ്? ഇന്നലെ ഞാനൊരു കാറ് മേടിച്ചു, അതിനെക്കുറിച്ച് പറയാം, അല്ലെ? ഇന്നലെ ഒരു സാരി മേടിച്ചു, എന്താ സാരി എന്നറിയാമോ? ഇത്രയും എന്നൊക്കെ പറയാനാണ് നമുക്ക് ഇഷ്ടം, അല്ലെ? അപ്പൊ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളണം, അല്ലെ? വെരി ഗുഡ്, നന്നായിരിക്കും എന്നൊക്കെ പറയാൻ, അത് കേൾക്കാനുള്ള ഒരു താല്പര്യം, അല്ലെ? അതല്ല പറയേണ്ടത്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട്
ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഭഗവാനെ കണ്ടു. അല്ലേ? എന്താ സൗന്ദര്യം എന്നറിയാമോ? കണ്ണെടുക്കാൻ പറ്റിയില്ല. ആ ബ്രഹ്മോത്സവത്തിനൊക്കെ എന്ത് ചൈതന്യമാണ് ഭഗവാൻ, അല്ലേ? അതൊക്കെ എല്ലാരും ബ്രഹ്മോത്സവത്തിന് വന്ന് ഭഗവാനെ കണ്ടില്ലേ? അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ഭഗവാൻ? അപ്പൊ അതൊക്കെ ആ കാര്യങ്ങൾ വേണം നമ്മൾ മറ്റുള്ളവരോട് പറയാനായിട്ട്. അടുത്ത പ്രാവശ്യം നിങ്ങളും കൂടെ വരണം കേട്ടോ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് എന്നൊക്കെ വേണം പറയാൻ. അപ്പൊ അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവും ഭഗവാനെ കുറിച്ച് കേൾക്കാനും, അല്ലെ? അപ്പൊ ഇനി നീ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് അവർ പറയുകയും ചെയ്യും. മനസ്സിലാവണം. നമ്മൾ കാരണം ഒരാൾ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത്രയും പുണ്യം നമുക്ക് വേറെ എന്തിനാ? അല്ലെ? അത്രയ്ക്ക് പുണ്യമാണ്. ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഒരാളെ നമ്മൾ അവിടെ ഭഗവാനെ കൊണ്ട് കാണിച്ചത്. കാരണം അദ്ദേഹത്തിന് കാണാനായിട്ട് അദ്ദേഹം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ എന്താണ് എണ്ണ ഒഴിച്ചിങ്ങനെ ഇരിക്കുക. അല്ലേ? ഇത് വന്നില്ലല്ലോ, എന്റെ കുഞ്ഞ് വന്നില്ലല്ലോ. അപ്പൊ നമ്മള് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷമാകും ഭഗവാൻ, അല്ലേ? അപ്പൊ ബ്രഹ്മദേവൻ പറയാണ്, നീ പറഞ്ഞതൊക്കെ എന്താണ് ശരിയാണ്. നീ പറഞ്ഞില്ലേ ഞാനൊരു വലിയ സൃഷ്ടികർത്താവാണ്, മറ്റേ മറിച്ചാണെന്നൊക്കെ നീ പറഞ്ഞില്ലേ? അതെല്ലാം ശരിയാണ്, അല്ലേ? നോക്കണം, ശ്രദ്ധിച്ചോണം. പക്ഷേ അതെല്ലാം ഭഗവാനാണ് എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ്, അല്ലേ? മനസ്സിലാണോ? ഏ? അതെല്ലാം ഭഗവാൻ ആണ് എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ്. ആരാണ്? ഞാൻ ഭഗവാനെ എന്താണ് സഹായിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. ഞാൻ വെറുതെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആ ക്രെഡിറ്റ് ഒന്നും അദ്ദേഹത്തിന് എടുക്കാൻ താല്പര്യമില്ല. ആ ക്രെഡിറ്റ് കൊണ്ട് ആർക്ക് കൊടുത്തു? ഭഗവാന് കൊടുക്കുകയാണ്. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബ്രഹ്മദേവൻ. മായാദേവിയുടെ ആകർഷണം കാരണം ഇതാണ്, ആ, മൂഢന്മാരായ ആൾക്കാർ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നു. എന്തിനാ അവർ എന്നെയും ആരാധിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. കണ്ടോ? ബ്രഹ്മദേവൻ പറയാണ്, ഈ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ആൾക്കാര്, ഇവിടെ ഈ ലോകത്തുള്ള ആൾക്കാർ എന്താണ്, ഈ 33 കോടി ദൈവങ്ങളുടെ പുറകെ പോവുകയാണ്. എന്തിനു പറയണം എന്നെ അവരെ ആരാധിക്കും, എന്നെയും വെറുതെ വിടത്തില്ലെന്ന് എന്നാണ് ആര് പറയുന്നത്? ബ്രഹ്മദേവൻ പറയാൻ. ബ്രഹ്മദേവൻ പറയാൻ, ഏഹ്, ആരാണോ എന്താണ് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കരുതുന്നുവോ, ഏഹ്, അവിടെ മായാദേവി അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അതെങ്ങനെ നടക്കുമെന്ന്. ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല, എല്ലാത്തിനും ഞാൻ വേണം, അല്ലേ? പ്രസാദം ഉണ്ടാക്കാൻ ഞാൻ വേണം, പൂജ ചെയ്യാൻ ഞാൻ വേണം, അല്ലേ? എന്താണ് അവിടെയൊക്കെ വൃത്തിയാക്കാൻ ഞാൻ വേണം, എല്ലാം ഞാൻ തന്നെ വേണം. ഇവിടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെ. പറയത്തല്ലേ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, ഇല്ലേ, ഞാനില്ലെങ്കിൽ കാണായിരുന്നു. അങ്ങനെ പറയുന്ന ആരെടുത്തോണ്ട് പോകുന്ന പറഞ്ഞാൽ മായാരവി പിടിച്ചോണ്ട് പോകുന്ന, അല്ലേ? മായാദേവി അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. വല്ല ആവശ്യമുണ്ടോ? കൃഷ്ണ ഭഗവാൻ എന്ന് വിളിച്ചാൽ പോരെ, അല്ലേ? ഏഹ്. ഞാൻ സൃഷ്ടിച്ചതെല്ലാം ഭഗവാൻ കൃഷ്ണൻ സൃഷ്ടിച്ചതാണ്. ആര് പറയാണ്? ബ്രഹ്മദേവൻ പറയാണ്, ഞാൻ സൃഷ്ടിച്ചതെല്ലാം ഭഗവാൻ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. ഏഹ്. എന്നെ പോലും ഭഗവാനാണ് സൃഷ്ടിച്ചതെന്ന് ബ്രഹ്മദേവൻ പറയാണ്. അതുകൊണ്ട് കൃഷ്ണനാണ് സുപ്രീം സൃഷ്ടാവ്, അല്ലേ? അപ്പൊ ഭഗവാനാണ് എന്താണ് സുപ്രീം സൃഷ്ടാവെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും, അല്ലെ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കടമ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? എല്ലാം ഭഗവാന് സമർപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രഹ്മദേവൻ പറഞ്ഞുതരാം നമുക്ക്, അല്ലേ? അദ്ദേഹമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാത്തിന്റെയും കാരണം ഭൂതം അദ്ദേഹമാണ്. അപ്പൊ നമ്മൾ എന്താണ്? നാരായണ പരാ പരാവേദ. എന്താണ് ഭഗവാൻ? എന്താണ്? നാരായണ പരാവേദ ദേവ നാരായണ ഗജ, അല്ലെ? നാരായണ പരാലോക, നാരായണ നാരായണ പരായോഗ, പരോയോഗ, നാരായണ പരം തപ, നാരായണ പരം ജ്ഞാന, ജ്ഞാനവും നാരായണൻ, നാരായണ പരാഗതി, അല്ലെ? വേറൊരു ഗതിയില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഗതി, പരാഗതി. ഉം. പരമമായ ഗതി ഭഗവാൻ മാത്രമേ ഉള്ളൂ, നാരായണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ, അല്ലെ? നമ്മള് ശരിക്കും ഒരു ഉപകരണം മാത്രമാണ്. ആരുടെ കയ്യിൽ? ഭഗവാന്റെ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഏ, ഭഗവാൻ എല്ലാം ചെയ്യും, എന്നിട്ട് ഇതെല്ലാം ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് കൊണ്ടുതരും. മനസ്സിലായി? അതാണ് ഭഗവാൻ. ഉം. ഭഗവാൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ നമ്മളെയൊക്കെ ഒരു 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 എന്താണ് ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആക്കുക, ഒരു ഉപകരണമാക്കുക, അല്ലേ? അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ഭഗവാൻ. ഉം. ഇപ്പോ നമ്മള് ഹനുമാൻജിയുടെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഹനുമാൻജി ലങ്കയിലേക്ക് എങ്ങനെ പോയി? ഒറ്റച്ചാട്ടം, അല്ലേ? കടലിന് മുകളിൽ കൂടെ ചാടിയിട്ടാ പോയത്. ഭഗവാൻ രാമചന്ദ്ര ഭഗവാൻ എങ്ങനെ പോയി?
ഏഹ് രാമചന്ദ്രൻ ഭഗവാൻ നടന്നിട്ടാണ് ലങ്കയ്ക്ക് പോയത്. നോക്കണേ, ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഹനുമാൻ ചാടിപ്പോയത്. എന്നിട്ട് ഭഗവാൻ നടന്നു പോവാണ്. ഭഗവാൻ ഇതൊന്നും കാണിക്കത്തില്ല. ഭഗവാൻ ഞാനിപ്പോ ലങ്കയിൽ എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച പോലെ അവിടെ ലങ്കയിൽ എത്തും. അല്ലേ? ഒരു അല്ലെങ്കിൽ ഒരു പുഷ്പകുമാനം പെട്ടെന്ന് ഇവിടെ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ പുഷ്പകുമാരൻ വരും, അദ്ദേഹത്തിന് പൊക്കൂടെ? ഒന്നും വേണ്ട, ഗരുഡ നീ വന്നേട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതിന്റെ മുകളിൽ കയറി പൊക്കൂടെ? അല്ലേ? പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അല്ലേ? സ്വന്തം ഭക്തനെ ചാടി പോകാനായിട്ട്, വായുവിലൂടെ പറന്നു പോകാനായിട്ട് അനുവദിക്കുകയും അതിനുള്ള അനുഗ്രഹം കൊടുക്കുകയും അദ്ദേഹം സ്വയം നടന്നു പോവുകയാണ് ചെയ്തത്. നോക്കണേ, അല്ലേ? രാമചന്ദ്രൻ ഭഗവാൻ ലങ്കയിലേക്ക് നടന്നിട്ടാണ് പോയത്. ഭഗവാൻ അദ്ദേഹത്തിന്റെ സേവകരെ കൊണ്ട് എന്താണ് ഭക്തരെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പൊ അതാണ് ഹനുമാൻ ചാടിപ്പോയത്. ഭയങ്കര അത്ഭുതമാണ്, അല്ലേ? ഇത്രയും സമുദ്രങ്ങളെല്ലാം ചാടി ഒരൊറ്റ ചാട്ടത്തിന് അവിടെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാ അത്ഭുതമാണ്. അത് ഭഗവാന്റെ ഭക്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്ലേ? പ്രഭുപാദരയുടെ ഒരാൾ ചോദിച്ചു, ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്, എന്നിട്ടും എന്റെ ഹരിനാമം അദ്ദേഹം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചില്ല. അല്ലേ? പ്രഭുപാദർ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ എന്താ പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു അതല്ല എനിക്ക് വേണ്ടി വിട്ടിട്ട് പോയതാണ്. അല്ലേ? ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അല്ലേ? അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ ക്രെഡിറ്റ് മൊഴി എനിക്ക് തരാൻ വേണ്ടി ചെയ്യാൻ പോയതാണ്. ശരിയല്ലേ? അല്ലെ? ഭഗവാൻ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ എന്തുകൊണ്ട് ലോകം മുഴുവൻ അത് പ്രചരിപ്പിച്ചിടായിരുന്നു? പ്രചരിപ്പിക്കാമായിരുന്നു, പക്ഷെ ഭഗവാൻ അത് ചെയ്തില്ല. ഭഗവാൻ ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവനാണ് പ്രചരിപ്പിച്ചത്. സൗത്ത് ഇന്ത്യയിലും വന്നിട്ടുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അല്ലേ? അപ്പോ എന്താണ് എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു? അപ്പോ പ്രഭുപാദർ പറഞ്ഞു, അത് എനിക്ക് ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി എല്ലാം ഇവിടെ ഇട്ടിട്ട് പോയതാണ്. എനിക്ക് കിട്ടി, എന്റെ അദ്ദേഹത്തിന്റെ ഭക്തനായി എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. അല്ലെ? അപ്പൊ അതാണ് പ്രഭുപാദ് പറഞ്ഞ മറുപടി. കറക്റ്റ് അല്ലേ അത്? അല്ലെ? അതുപോലെ ബ്രഹ്മാജി ഒരു ഉപകരണം എന്ന നിലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചില്ലെങ്കിലോ? അല്ലെ? ഇനി നമ്മളിപ്പോ ഭഗവാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അപ്പൊ എന്ത് സംഭവിക്കും? ഭഗവത്ഗീത പറയുന്നുണ്ട്, അല്ലെ? യന്ത്രരൂഢായ മായ. എല്ലാ ആവശ്യമുണ്ടോ? അല്ലേ? മായാദേവി നമ്മളെ കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഭഗവാന്റെ കൺട്രോളിലല്ല എങ്കിൽ, ഭഗവാന്റെ സേവയിലല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മായാദേവിയുടെ മടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. ഒന്നറിയാതെ, അല്ലേ? ഊർക്കം വലിച്ച് ഉറങ്ങുവാണ്, എല്ലാ സുഖവും അനുഭവിച്ച് എവിടെയാ കിടക്കണേ? മായാദേവിയുടെ മടിത്തട്ടിലാണ്. അല്ലെ? നമ്മൾ അറിയത്തില്ല. എന്തൊരു മായ. ബ്രഹ്മദേവൻ പറയാണ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഭഗവാന്റെ നാലിലൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഉം. അവിടെ ഭഗവാൻ ആരുടെ പുറത്താ കിടക്കുന്നത്? അനന്തന്റെ പുറത്താ കിടക്കല്ലേ? അനന്തന് 1000 തലകളാണ്. ഈ 1000 തലകളിലോട്ട് അന്ന് തൊട്ട് തുടങ്ങിയ കാലം മുതൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ 1000 തല കൊണ്ട് അന്ന് മുതൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ആയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ ആ വിഭൂതികൾ എന്താണെന്ന് നമുക്ക് അനുമാനിക്കാൻ പോലും പറ്റില്ല. ഈവൻ ഭഗവാൻ പോലും അറിയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്താ കാര്യം? കാരണം അതിങ്ങനെ ഇൻക്രിമെന്റ് പോലെ ചെയ്തുകൊണ്ട് കൂടി 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 വരുവാണ്. ഭഗവാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അതിങ്ങനെ കൂടി കൂടി വരികയാണ്. ആ വിഭൂതികളൊക്കെ കൂടി കൂടി വരികയാണ്. അദ്ദേഹത്തിന്റെ ലീലകളൊക്കെ കൂടി കൂടി വരികയാണ്. അത് പറഞ്ഞാലും തീരത്തില്ല. അല്ലേ? അപ്പൊ ഈ 100 വർഷം പോലും ജീവിച്ചിരിക്കാതെ നമ്മൾ എന്തോ ചെയ്യും? ഉം? ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞത്, എനിക്ക് പോലും അദ്ദേഹത്തിന്റെ 1% അറിയാവൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അത് അതിന്റെ നാലിലൊന്ന് പോലും ആവുന്നില്ല എന്നാണ് ആര് പറയുന്നത്. പിന്നെ ഈ ഇവരൊക്കെ എനിക്ക് ഭഗവാനെ കുറിച്ച് അറിയാവുന്ന എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്നാണ് പ്രഭുപാദ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ആരുടെങ്കിലും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ? അല്ലെ? എന്തൊക്കെ കേട്ടിട്ടുണ്ട്? എനിക്കെല്ലാം കേട്ടു. ഞാൻ ഭാഗവതമൊക്കെ അരച്ചു കലക്കി കുടിച്ചു വെച്ചിരിക്കുക. അല്ലെ? എനിക്കെല്ലാം അറിയാം. അല്ലെ? എന്തോന്നറിയാം? ഒന്നും അറിയില്ല. അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഞം ആയിപ്പോ ഒന്നും പറയാൻ അറിയില്ല അവർക്ക്. കാര്യം എന്താണ്? അവർക്ക് അത്രേ ഉള്ളൂ. അതാണ് വിചാരിച്ചിരിക്കുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്നത് അതാണ്. അല്ലേ? ഇന്നലെ ഞാനൊരു ഡോക്ടറെ കണ്ടു. അവരോട് ഞാൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭഗവാൻ ദിവ്യോത്തമ പുരുഷനാണ്, സർവ ദിവ്യോത്തമ പുരുഷനാണെന്ന് അവർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് 10 അവതാരത്തിൽ ഒരു അവതാരമല്ലേ ഉള്ളൂ. ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഭഗവാൻ എന്നാണ് വന്നെന്ന് പറഞ്ഞാൽ ഭാഗവതം പോയി വായിച്ചു നോക്കും. അടുത്ത ആഴ്ച മുതൽ അവിടെ അമ്പലത്തിൽ വരാൻ പറഞ്ഞിരിക്കുക, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ.
സമ്മതിച്ചു വെച്ചിരിക്കുന്നത്, ഒരു ഡോക്ടറാണ് ആൾ. അല്ലേ? അപ്പൊ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ബ്രഹ്മാവോട് പറയണം, ഭഗവാനാണ് എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ്, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു ഉപകരണം, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രമാണ്. അല്ലേ? ഉം. അപ്പോ ഭഗവാൻ ഇനി പറയുന്നുണ്ട്, ബ്രഹ്മൻ പറയുന്നത്, ഈ ആർക്കൊക്കെയാണ് ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റാത്തത്, അല്ലേ എന്ന് വിവരിക്കുക. നമ്മളെ ഇന്ത്യയില് കരോളി എന്ന ഒരു സ്ഥലത്ത് ആ, രാധാ മദൻ മോഹൻ ടെമ്പിൾ ഉണ്ട്. പൈതൽ പ്രഭുവിനൊക്കെ അറിയാമായിരിക്കും. അതൊരു വലിയ മലയുടെ മുകളിലാണ് ആ അമ്പലം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കരോളി. കരോളി എന്ന സ്ഥലത്ത് രാധൻ മോഹൻ ടെമ്പിളാണ്. അവിടുത്തെ പ്രതിഷ്ഠ രാധാ മദൻ മോഹനാണ്. ഭയങ്കര പവറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര രസമാണെന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏഹ് അപ്പോ അവിടെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു മാതാജി, ഒരു മാതാജി ഡിവോട്ടി ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഭക്തയാണ് അവർ. നമ്മളെ എന്താണ് കുരൂരമ്മയെ പോലെയൊക്കെ ഉള്ള ഭക്തയാണ് അവർ. വളരെ വയസ്സായിട്ട് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ, അവരുടെ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെല്ലാ ദിവസവും പാല് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അവർക്ക് പശുക്കളുണ്ട്. അതുകൊണ്ട് ഈ പാലും ചുവന്നുകൊണ്ടാണ് വരുന്നത്. അല്ലേ? ഭഗവാന് ആവശ്യമുള്ള പാലെല്ലാം ആരാണ് കൊണ്ടുവരുന്നത്? ഈ മാതാജിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ് അവര് ആ, ഈ ഭഗവാന് ഈ പൂ കൊണ്ടുള്ള ഹാരം കെട്ടിക്കൊടുക്കും. ഡയറ്റീസിനുള്ള ഹാരവും കിട്ടുന്ന ആരാണ്? ഈ മാതാജിയാണ് കിട്ടുന്നത്. മാതാജിയുടെ പേര് ആർക്കും അറിയില്ല സത്യത്തിൽ, അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല. ഏ? ആ, ആ, ഞാനിത് എന്താണ് ഒരു ആചാര്യനിൽ നിന്നാണ് കേട്ട കഥയാണത്. ഉം. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആ മാതാജി എന്ന് പറയുന്നത്. മദൻ മോഹൻ ഭഗവാന്, മദൻ മോഹന് അല്ലെങ്കിൽ ഭഗവാനും ഈ മാതാജിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവരുടെ ആ ഡെഡിക്കേഷൻ, അവരുടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർ ചുമന്നുകൊണ്ട് വരും. ചിലരെ പാലെന്നല്ല, ഒരുപാട് പാല് കൊണ്ടുവരും. അല്ലേ? അത് ചുമന്നുകൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരും, വയസ്സായിട്ടും. അല്ലേ? ഒരു ദിവസം ഭഗവാൻ എന്താ ചെയ്ത വെച്ചാല്, ഒരു ദിവസം രാത്രി ഈ മഹാരാജയുടെ അടുത്ത്, മഹാരാജയെ കാണാൻ പോവാണ്. അല്ലേ? മഹാരാജ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച്, പ്രസാദമൊക്കെ കഴിച്ച്, അങ്ങനെ ജപമൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മദൻ മോഹൻജി ഈ മഹാരാജിയുടെ ഫ്രണ്ടില് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഓ, ഭഗവാനോ! അന്തം വിട്ടുപോയി. അല്ലേ? നമ്മുടെ വീട്ടിൽ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഇറങ്ങി ഓടും, പേടിച്ചിട്ട് ഇറങ്ങി ഓടും. എന്തോ വന്ന് നിൽക്കണം അവിടെ, മനസ്സിലായില്ല അതുകൊണ്ട്. അല്ലേ? ഏഹ് അതുകൊണ്ട് ഭഗവാൻ നമ്മളെ അടുത്ത് വരത്തില്ല. കാരണം നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ അടുത്ത് വരാത്തത്. നമ്മൾ അത്രയും എന്താണ് പ്യുവർ ആണെങ്കിൽ, അത്രയ്ക്കും ആത്മവിശ്വാസമാണെങ്കിൽ, അത്രയും ഡെഡിക്കേഷൻ ആണെങ്കിൽ, അത്രയും നമ്മൾ എന്താണ് അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ടി വരും. ഇത് നമുക്ക് താങ്ങാൻ പറ്റില്ലെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും നമ്മൾ ഫ്രണ്ടി വരില്ല. അല്ലേ? ഈ കഥ ശരിക്കും സംഭവിച്ച കാര്യമാണ്. ഏഹ് അപ്പോ ഭഗവാനെ പെട്ടെന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു മാതാജി? മാതാജി ഉടനെ ഏഹ് എന്താണ് ആ കിടക്കയൊക്കെ നന്നായിട്ട് തട്ടിയിട്ട് അങ്ങ് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അങ്ങിരുന്നു. ഭഗവാന് അന്ന് ഒത്തിരി ഡിവോട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട്, അവരുടെ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇപ്പോഴത്തെ എന്താണ് ഡിന്നറും കഴിഞ്ഞിട്ടാണ് വന്നത്. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാൻ മഞ്ഞ തോൽമുണ്ട്, അല്ലെ, മഞ്ഞ ഉടയാടൊക്കെ അവിടെ കട്ടിന്റെ സൈഡിൽ ഊരി വെച്ചിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടന്നപ്പോ മാതാജി കാല് മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കഥകളൊക്കെ അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. നോക്കണേ, ഒരു ഭക്തയുടെ ഒരു സ്ഥാനം എന്താണ്? ഭഗവാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുവാ. അല്ലേ? അപ്പൊ അങ്ങനെ അവരെങ്ങനെ പറഞ്ഞ് ഭഗവാനും ഉറങ്ങി, ഈ മാതാജിയും ഉറങ്ങി. അല്ലേ? ഉം. രാവിലെ 4 മണിയായപ്പോ പെട്ടെന്ന് ഭഗവാൻ ഉണർന്നു. ഒന്ന് പോയി, 4 മണിയായി, 4:30 പൂജാരി വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ ആകെപ്പാടെ വിഷമമല്ല, അവിടെ വലിയ പ്രശ്നമാവുമല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം, അല്ലെ, ഈ എന്താണ് ഈ ഉടയടയെടുത്ത് ചദർ നമ്മൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ മുകളിൽ കൂടി ഇടുന്നതാണ് ചദർ. അതും എടുത്തുകൊണ്ട് ഓടി ഓടി ഭഗവാൻ 4:30 ഭഗവാൻ പൂജാരി തുറന്നപ്പോ ഭഗവാൻ അവിടെ റെഡിയാണ് ഇപ്പോൾ. അല്ലെ? 4:30 മംഗളാരതിക്ക് തുറക്കത്തില്ലേ? അങ്ങനെ തുറന്നപ്പോ അവിടെ ഉണ്ട്. പക്ഷേ അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മാതാജി എണീറ്റു നോക്കിയപ്പോ ഭഗവാൻ പോയി. അപ്പൊ അറിയാം മംഗളാരതി ആയതുകൊണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞു. മാതാജി എന്ത് ചെയ്തു? പെട്ടെന്ന് കുളിച്ചിട്ട് ആ, മാതാജിയുടെ ചാദർ എടുത്തിട്ട് ഇട്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് വരിക.
പൂജാരി വന്ന് നട തുറന്നു, അല്ലെ, എല്ലാം റെഡിയാക്കി. ആ ആരതി തുടങ്ങിയപ്പോ എന്തോ കുഴപ്പം ഭഗവാനില്, അല്ലെ. ഭഗവാന്റെ മഞ്ഞപ്പട്ടുടയാട കാണാനില്ല, ആ ചതറ് കാണാനില്ല. പകരം ഒരു കറുത്തിട്ട് വളരെ മുഷിഞ്ഞ ഒരു ചതറാണ് ഭഗവാൻ ഇട്ടിരിക്കുന്നത്. ഈ ഇതെങ്ങനെ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ ധൃതിയില് ഭഗവാൻ എടുത്തോണ്ട് ഓടിയത് മാതാജിയുടെ ചതറാണ്, അല്ലെ. അറിയാതെ മാതാജി അവിടെ ഇരുന്ന് ബാക്കി ഇരുന്ന ചതർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചതറാണ്. അതും എടുത്തിട്ടാണ് മാതാജി വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല. പക്ഷെ പൂജാരി നോക്കുമ്പോ ഒരു മുഷിഞ്ഞ കറുത്ത ചതുരിട്ടുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നു. അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാവരും കണ്ടു വന്നു. അയ്യോ, ഇതെന്താ ഭഗവാൻ, എന്താ ഇത് പ്രശ്നം, പൂജാരി എന്താ ഇത് ചെയ്തത്, പൂജാരി എന്താ മാറ്റത്ത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പരസ്പരം. ഇവരെല്ലാരും തിരിഞ്ഞു നോക്കിയപ്പോ കാണാം അവിടെ നല്ല പ്രകാശത്തോടു കൂടി ഒരു മഹാരാജി നിൽക്കുന്നു, നമ്മുടെ മഹാരാജി, അല്ലേ. ആ മഹാരാജി നല്ല ഭഗവാന്റെ ആ മഞ്ഞ തുടയാടൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുക. അവരൊന്നും അറിയുന്നില്ല, അവരിങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് ഭഗവാനെ കണ്ടിട്ട്, അല്ലേ. നമ്മളായിരുന്നെങ്കിൽ അവിടെ മൈക്ക് വെച്ച് അവിടെ അനൗൺസ് ചെയ്തത്, ഇന്നലെ എന്റെ ഭഗവാൻ എന്റെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ, ഈ നിൽക്കുന്ന ആളെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞില്ല. ഇതൊന്നും അറിയാത്ത പോലെ അവരവിടെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്, വളരെ വിനമ്രയായിട്ട് അവിടെ തൊഴുതുകൊണ്ടിരിക്കും. എല്ലാരും നോക്കുമ്പോ മാതാജിയുടെ തോളില് ഭഗവാന്റെ അല്ലേ, ഭഗവാൻ വേറെ ഒരു മുഷിഞ്ഞ സാധനം ഇട്ടുകൊണ്ടിരിക്കണം, അല്ലേ. അവര് പെട്ടെന്ന് വിചാരിച്ചു ഇവരിത് മോഷ്ടിച്ചതാണ്, ഇതിനകത്ത് കയറി മോഷ്ടിച്ചതാണ്, ശ്രീകോവിലിനകത്ത് കയറി അവർ മോഷ്ടിച്ചതായിരിക്കണം. പക്ഷെ പിന്നെ അവർക്ക് പെട്ടെന്ന് തോന്നി, ഒരിക്കലും അല്ല, ഈ മാതാജിയെ ഭയങ്കര ഭക്തയാണ്, അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് അവർക്ക് തോന്നി. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് മഹാരാജിയോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് മഹാരാജിക്ക് ഇത് കിട്ടിയത്, ഈ മഞ്ഞപ്പൊട്ടോട്. അപ്പോഴാണ് മഹാരാജി നോക്കുന്നത്, അയ്യോ അയ്യോ അയ്യോ, ഭഗവാൻ ഇത് ഭഗവാന്റേതാണല്ലോ എന്നും പറഞ്ഞ് ഊരി പൂജാരിനെ കൈ കൊടുത്തു, അല്ലെ. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ മദൻ മോഹൻജി എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് ഉറങ്ങിപ്പോയത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഞാൻ മാറി എടുത്തുകൊണ്ട് പോയതാണ്, ഭഗവാനും മാറി എന്റേത് എടുത്തുകൊണ്ട് പോയി, എന്റേത് ഭഗവാന്റേത് ഞാനും എടുത്തിട്ട് വന്നു, അങ്ങനെയാണ് സംഭവിച്ചത്. അവരത് അക്സെപ്റ്റ് ചെയ്തു. കാരണം അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു ഭക്ത പറയുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? പക്ഷേ ഈ ഒരു സംഭവം നടന്നുവെങ്കിലും ഇപ്പോഴും നമ്മൾ ഈ കരോളി അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് ഈ ഒരു അമാവാസി ദിവസമാണ് ഈ പരിപാടി നടക്കുന്നത്, ഈ സംഭവം നടക്കും, അല്ലേ. ഈ ഇപ്പൊ എല്ലാ അമാവാസി ദിവസത്തിനും ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെയുള്ള ഭക്തന്മാർ എന്താ ചെയ്യുക, ഒരു കറുത്ത ഷാള് ഭഗവാനെ ധരിപ്പിക്കും, അല്ലെ. അന്ന് മഞ്ഞ പട്ടുവിടാടല്ലേ കൊടുക്കുന്നത്, അന്ന് ഒരു കറുത്ത ഷോള് പുതപ്പിക്കും, അല്ലെ, ഭഗവാന്. അതാണ് അവർ അതിപ്പോഴും ആ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. നോക്കണേ, ഇതാണ് ഭക്തനും ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, അല്ലെ. നമ്മൾ ആ ലെവലിലേക്ക് എത്തണം, ഭഗവാനുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തണം. അപ്പോ അത്രയും എന്താണ് ശുദ്ധമായിട്ടുള്ള ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്കതിന് സാധ്യമാകും, അല്ലേ. ഭഗവാനെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ മേഴ്സി വേണം ഒന്നാമത്തായിട്ട്. ഭഗവാന്റെ മേഴ്സി തന്നെ വേണം, കരുണ വേണം. നമ്മളിപ്പോ ഗുരുവായൂർ പോകണമെന്ന്, അല്ലേ, വിചാരിക്കും. നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താണ് പറ്റാത്തത്? നമ്മൾ വിചാരിക്കും, അച്ഛന് സുഖമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ വണ്ടി എനിക്ക് വയ്യ, അല്ലെ, പല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല കാര്യം. പിന്നെയോ ഭഗവാന്റെ ആ മേഴ്സി വേണം. ഭഗവാൻ വിളിച്ചാലേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ, ഇല്ലേ. ഇനി വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ ചെത്തിയെന്ന് വെച്ചോ, അവിടെ ചെല്ലുമ്പോഴായിരിക്കും അന്നൊരു മിനിസ്റ്റർ വരും, അല്ലേ. അന്ന് ഒരു സെൻട്രൽ മിനിസ്റ്റർ വന്നിട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും. നമ്മളൊരു 7-8 മണിക്കൂറായി ക്യൂ നിൽക്കേണ്ടി വരും, അല്ലേ. നീ അവിടെ നില്ല, നീ എന്നെ കാണാൻ വന്നല്ലോ. ചിലപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ പോകും, അല്ലേ. തൃശ്ശൂർ വരെ എന്തായിരുന്നാലും തൃശ്ശൂർ വരെ പോകുന്നല്ലേ, പോയി ഭഗവാൻ കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കും, അല്ലേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പോയ കാര്യങ്ങളെ നടക്കുള്ളൂ, ഭഗവാനെ കാണാൻ പറ്റില്ല. നമ്മൾ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാനെ കാണാൻ വേണ്ടി തന്നെ പോകണം. ഇതിനൊക്കെ നമ്മൾ ആർക്ക് എന്ത് വേണം? നമുക്ക് ഭഗവാന്റെ മേഴ്സി വേണം. പിന്നെ നമ്മൾ കംപ്ലീറ്റ് സറണ്ടർ ആയിരിക്കണം ഭഗവാനെ. നമ്മൾ എന്താണ് വേറെ ഒരു ശരണമില്ല ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമ്മൾ നമസ്കരിക്കണം, അല്ലേ. പിന്നെ ഈ മാതാജിയെ പോലെ, നമ്മൾക്ക് കണ്ട മാതാജിയെ പോലെ സിംപ്ലിസിറ്റി ആയിരിക്കണം. അവിടെ എന്താണ് സിംപ്ലിസിറ്റി ആൻഡ് ഹംബിൾനെസ് ആയിരിക്കും, അല്ലേ. വളരെ എന്താണ് വിനയാന്വിതം. പിന്നെ ഒരുപാട് എന്താണ് ഈ ഷോ ഇല്ലാത്തൊരു ജീവിതമായിരിക്കും സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അതാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്.
ലളിതവും ലളിതമായിട്ടുള്ള ജീവിതവും പിന്നെ എന്താണ് ആ, ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള വളരെ എന്താണ് വിനയാന്വിതത്തോടുള്ള അതാണ് വേണ്ടത്. നമ്മളൊക്കെ പ്രിറ്റൻഡിങ് ഹമ്പിളാണ്. നമ്മള് എന്താണ് ഹമ്പിൾ ആണെന്നുള്ളത് എന്തുവാണ് നമ്മൾ അഭിനയിച്ച് കാണിക്കുകയാണ്, പക്ഷെ ശരിക്കും ഉള്ളിൽ അതായിരിക്കില്ല. അങ്ങനെയല്ല, ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഭഗവാനെ സറണ്ടർ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ദേഷ്യം തോന്നില്ല, അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സറണ്ടറിങ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രിറ്റൻഡിങ് ആണെന്ന് വിചാരിച്ചോ. മനസ്സിലായില്ലേ? ഏ? നമുക്ക് ആ, 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 ഒന്ന് കിട്ടാത്തതിന്റെ കുറച്ച് എന്തെങ്കിലും അസൂയ തോന്നിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പ്രിറ്റൻഡ് ചെയ്യണമെന്നാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം, ഈ ഏറ്റക്കുറച്ചിൽ കാരണമാണ് നമുക്ക് ഈ സ്വഭാവത്തിന്റെ ഈ എന്താണ് വിഷമങ്ങൾ വരുന്നത്, അല്ലേ? പിന്നെ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ഒരു ചിന്ത വേണം. ഞാൻ ഈ ശരീരമല്ല, ഞാനൊരു ആത്മാവാണ്, ഭഗവാന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആയി നടത്തും, അല്ലെ? 4 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു, അല്ലെ? ഉം. പ്രഭുപാദര് ഒരു ദിവസം പാരീസിലൂടെ ഇങ്ങനെ മോർണിംഗ് വാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്, തലയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരികയും ഭയങ്കര ആ ഒരു എന്താണ് ആ ഒരു ആ, 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 ഒരു ആ ആ ഭഗവാനിലുള്ള ലയിച്ചിരിക്കുന്ന ആ ട്രാൻസ്ജെൻഡൽ ബ്ലിസ് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നു, അല്ലെ? ഉം. ആത്മീയമായിട്ടുള്ള ഒരു ചേതന, ഒരു തേജസ് ആ പ്രഭുവിന് ഫ്രണ്ടിൽ വന്നു, മുഖത്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആ, എന്താണ് ശിഷ്യന്മാർ ചോദിച്ചു, ഏഹ് അങ്ങ് എന്താണ് വിഷമിക്കുന്നത്, അങ്ങ് എന്താണ് കരയുന്നത്? നോ നോ നോ, ദിസ് ഈസ് വൃന്ദാവൻ. പറഞ്ഞ ഭഗവാൻ പറഞ്ഞ അല്ല, പ്രഭുപാദ് പറഞ്ഞതാണ്, ഇത് വൃന്ദാവനമാണ്. അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി. അദ്ദേഹം നോക്കണം, ഒരു ശുദ്ധഭക്തന്റെ ഹൃദയം അങ്ങനെയാണ്. അവരെവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ വൃന്ദാവനമായിട്ടാണ് കാണുന്നത്. പാരീസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസത്തിൽ, അന്നത്തെ ആ അവസരങ്ങളിൽ ഇത്രയും മിളയച്ചമായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. കാരണം അവർ സുഖലോലുപരാണ്. എല്ലാ തരത്തിലുള്ള സുഖത്തിലും ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്ന സ്ഥലമാണ് ഈ പാരീസ് എന്ന് പറയുന്നത്. അത്രയും മിളയച്ചമായിട്ടുള്ള ആൾക്കാരാണ്. ഇതിന്റെ അതിനകത്തൂടെ നടന്നിട്ടാണ് പാരീസിനെ കണ്ടിട്ട് ദിസ് ഇസ് വൃന്ദാവനെ, ഇത് വൃന്ദാവനമാണെന്ന് പ്രഭുപാദർ പറഞ്ഞു. കാര്യം എന്താണ്? അവരുടെയൊക്കെ കോൺഷ്യസ് എപ്പോഴും അതാണ്. മനസ്സിലായില്ലേ? ദോഹയില് ഞങ്ങള് താമസിച്ചിരുന്നപ്പോ ബെഡ്റൂമിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് ബെഡിൽ കയറി നമ്മൾ ജപിക്കുവോ? ഇല്ല. കാരണം ബ്രെഡ് എന്നൊക്കെ അല്ല, സോറി, ബെഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന കട്ടിലിനൊക്കെ പറയുന്നത് അത് നെഗറ്റീവ് എനർജി, അല്ലെ? അതിനകത്ത് അവിടെ ഇരുന്ന് ജപിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും, അശുദ്ധമാണെന്നൊക്കെ പറയും. അവിടെ ഒരു സന്യാസി, നമ്മളെ വീട്ടിലൊരു സന്യാസി വന്ന് താമസിച്ചപ്പോ, ഇവിടെ മിക്കവാറും സന്യാസിമാർ വരാറുണ്ട്. ആ സന്യാസി വന്ന് താമസിച്ചപ്പോ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ബെഡിൽ കയറി ഇരുന്ന് ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കും. ഞാൻ അന്തം വിട്ടുപോയി. എന്റെ ബെഡിൽ, ഞാൻ നമ്മളെ ബെഡ്റൂമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോ അവിടെ കയറി ആ ബെഡിൽ കയറി ഇരുന്ന് അവര് കാര്യം അവർക്ക് ഇത് ബെഡാണെന്നോ, അല്ല ഇതില് നെഗറ്റീവ് അവർക്കൊന്നുമില്ല. അവർക്ക് എല്ലാം ഭഗവാന്റെ സ്ഥലം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവർ ചിന്തിക്കുക. അതിന്റെയൊക്കെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. മനസ്സിലായില്ലേ? അത് ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടല്ല. ഓ, ഞാനൊരു ആചാര്യനല്ലേ, ഞാനൊരു സന്യാസിയല്ലേ, എനിക്ക് അവിടെ ഇരുന്നു എന്നുള്ള നിലയിലല്ല. അങ്ങനെ ചിന്തയേ ഇല്ല അവർക്ക്, അല്ലെ? അവരൊരു ശരീരമേ അല്ല, ഒരു ആത്മാക്കളാണ്. അപ്പൊ അതാണ് ശുദ്ധഭക്തന്മാരുടെ. അപ്പൊ അവരുമായിട്ട് നമ്മൾ സഹവസിക്കുമ്പോ, അവരുമായിട്ട് നമ്മൾ എന്താണ് കൂടെയൊക്കെ നിൽക്കുമ്പോ, അസോസിയേഷൻ ചെയ്യുമ്പോ നമുക്കും കുറെ വൈബ്രേഷൻ നമുക്ക് കിട്ടും. അതിനാണ് നമ്മളൊരു വൈഷ്ണവൻ അല്ലെങ്കിൽ എന്താണ് ഒരു സന്യാസി എങ്ങാനും നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പോയിട്ട് ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ആ ഏരിയയിൽ ഒരു 5 കിലോമീറ്ററിനകത്ത് നിന്ന് കണ്ടാൽ മതി, അല്ലെ? കാണുമ്പോൾ ആ വൈബ്രേഷൻ അവർ കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ശുദ്ധീകരണ പ്രക്രിയയാണ്, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു വൈഷ്ണവന്റെ അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സന്യാസിയുടെ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ശുദ്ധമാണ് അവർ. മനസ്സിലായില്ലേ? ഇപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞതുപോലെ ഇത് എന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്, അല്ലെ? അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക, അവരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക, അവരെ നമസ്കരിക്കുക. അതൊക്കെയാണ് അവരുടെ സേവ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സേവ ഉണ്ടെങ്കിൽ സേവ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? നാരദ മുനി ഇതൊക്കെ ഒപ്പിച്ചെടുത്തത് എങ്ങനെയാണ്? കുറച്ച് വൈഷ്ണവരെയൊക്കെ അദ്ദേഹം സേവിച്ചിട്ടുണ്ട്, കുറച്ച് സന്യാസിമാരെ അദ്ദേഹം സേവിച്ചിട്ടുണ്ട് കൊച്ചുനാളിൽ, ഒന്നും അറിയാതെ, അല്ലെ? നടന്ന സമയത്ത് സേവിച്ചതാണ് അമ്മ മുഖാന്തരം. ആ പുണ്യമാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്. മനസ്സിലാവും? അതാണ് എന്താണ് സാധുസംഘ, ലവമാത്ര സാധുസംഘ എന്ന് പറയും. അതിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല.
അല്ലെ? അപ്പോ ഒരു ശുദ്ധഭക്തൻ എപ്പോഴും കൃഷ്ണാബോധത്തിലായിരിക്കണമെന്നാണ് അതിന്റെ ഉദാഹരണമാണ് നമ്മളിവിടെ പ്രഭുപാദത്തിലൂടെ കണ്ടത്. അല്ലെ? അപ്പൊ ബ്രഹ്മദേവനോട് പറയാണ്, തുടരുകയാണ്, എന്താണ്? ജ്ഞാനികളായ ഭക്തന്മാർക്ക് മാത്രമല്ല ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുക, പിന്നെയോ സ്ത്രീകൾക്കും, പിന്നെന്താണ്, ശൂദ്രർക്കും, മൃഗങ്ങൾക്കും, പാവികൾക്ക് പോലും ആരെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാനെ കുറിച്ചും അറിയാൻ പറ്റും. അല്ലെ? നമ്മൾ അതിന്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഈ റീലൊക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ലെ? അപ്പൊ അതിനകത്ത് മൃഗങ്ങൾക്ക് പോലും, താഴ്ന്ന കുലത്തിലുള്ളവർക്കും, അവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ? നമ്മള് അത് എന്ത് വേണം? നമ്മൾ അതിന് പരമഭക്തന്മാരെ അഭയം പ്രാപിക്കണം. അല്ലെ? നമുക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ പരമഭക്തന്മാരിലൂടെ മാത്രമേ നമുക്ക് ആരെ കാണാൻ പറ്റുള്ളൂ, ആരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഗുരുക്കന്മാർ, അല്ലെ, നമ്മളായിട്ടുള്ള ആചാര്യന്മാർ, മുതിർന്ന ആചാര്യന്മാർ, അവരിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവനെ കാണാൻ പറ്റുള്ളൂ. അല്ലെ? ഇപ്പോ നമ്മുടെ എന്റെ ഗുരുനാഥൻ ഹിസ് ഹോളിനെസ് ജയപ്രകാശ് സ്വാമി ഗുരു മഹാരാജ്, അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്ന സമയത്ത് മായപൂരം, ഇത് ആ, ഉം, വേറൊരു ആചാര്യനാണ് പറഞ്ഞത് ഈ കഥ അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. രാധാനാഥ സ്വാമി, ഹിസ് ഹോളിനെസ് രാധാനാഥ സ്വാമിയാണ് ഈ കഥ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിൽ പറഞ്ഞാണ്. രാധാനാഥ സ്വാമി ജയപ്രകാശ് സ്വാമിയെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്ന സമയത്ത് മായപ്പൂരായിരുന്നു. മായപ്പൂരി ആയിരുന്നപ്പോ അവിടെ ഈ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, അവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു നായ വരുന്നുണ്ട്, നായ അമ്പലത്തിൽ വരുന്നുണ്ട്, വന്നിട്ട് അവിടെ കറങ്ങിയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ നായ ദിവസവും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജയപ്രകാശ സ്വാമി മഹാരാജന്, ഗുരു മഹാരാജന് അത് കാണാൻ, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അദ്ദേഹം ഉച്ചയ്ക്ക് ഈ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്, എല്ലാവരും മിക്കവാറും ഒക്കെ ഉറങ്ങുകയാണ്. ആ സമയത്ത് അമ്പലത്തിലോട്ട് പോയി നോക്കിയിട്ട് വരണം. അപ്പൊ കാണാം ഒരാൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് 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 എല്ലാവരുടെ അടുത്ത് നോക്കുന്നുണ്ട്, ആരുമില്ല. പതുക്കെ പതുക്കെ വന്നിട്ട് ആ പ്രഭുപാദരുടെ ഫ്രണ്ട് വന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് ആ ഒന്ന് സർക്കുമ്പുലേറ്റ് ചെയ്യണം, അതായത് എന്താണ്, വലം വയ്ക്കുകയാണ്. പ്രഭുപാദരുടെ ആ ഡയറ്റിയുടെ ആ ഇത് വലം വയ്ക്കുകയാണ്. വലത് വെച്ചിട്ട് അവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ആ നായ. നോക്കണേ, അല്ലേ? ആ നല്ല ബുദ്ധിയുള്ള നായാണ്. കാര്യം എന്താണ്? അതിനെ ഓട്ടിക്കാൻ ആരുമില്ല, ഉച്ചയ്ക്ക് ആരും ഉണ്ടാവില്ല എന്ന് അതിനറിയാം. അതുകൊണ്ടാണ് ആ സമയം നോക്കി അദ്ദേഹം വരുന്നത്. അല്ലേ? ആ നായ വരുന്നത്. നായ വന്നിട്ട് പ്രഭുപാദരെ നമസ്കാരം. അപ്പൊ ആ നായ്ക്ക് പോലും അറിയാം, ഈ പ്രഭുപാദര് കാര്യം മാത്രമേ എനിക്ക് ഭഗവാനെ അറിയാനും തിരിച്ചു പോകാനും പറ്റുള്ളൂ. നോക്കണേ, ഒരു നായ്ക്ക് പോലും ആ ഒരു എന്താണ്, ബുദ്ധിയുണ്ട്, ഒരു തിരിച്ചറിവ് അതിനും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതുപോലെ ഇപ്പൊ പശുക്കള് കുറെ, ഒരു പശു ഇങ്ങനെ അമ്പലത്തിൽ വരുന്നത്, അല്ലെ, ഒരു കുരങ്ങ് ശിവ ഭഗവാനെ തൊഴുന്നതും, അല്ലെ, ഒരു സർപ്പം വന്നിട്ട്, അല്ലെ, അതിലിരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ കാണാറുണ്ട്. അപ്പൊ മൃഗങ്ങൾക്കും ആ അവബോധം ഉണ്ട് എന്നാണ്. അല്ലെ? ഇപ്പൊ പ്യുവർ ഡിവോട്ടിക്ക് എന്തായിരിക്കും? അപ്പൊ ഒരു പ്യുവർ ഡിവോട്ടിക്ക് മാത്രമേ, അല്ലെങ്കിൽ ശുദ്ധനായിട്ടുള്ള ഒരു ഒരു ശുദ്ധ ഭക്തന് മാത്രമേ നമുക്ക് ഭഗവാനെ തരാൻ പറ്റൂ. കാര്യം എന്താണ്? അവര് ഭഗവാനെ കൊണ്ട് നടക്കുക, അല്ലേ? അതാണ് അതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഭക്തിവിനോദ് ഠാക്കൂർ പാടിയിട്ടുണ്ട്, കൃഷ്ണ സേ തുമാരാ, ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടേതാണെന്ന്. അല്ലേ? ആചാര്യനോട് പറയാണ്, ഗുരുവിനോട് പറയാണ്, കൃഷ്ണ സേ തുമാരാ, കൃഷ്ണ ദീത്തെ പാരോ തുമാരാ സകതിയാച്ചേ, আমি তো কঙ্গালা, আমি তো কঙ্গালা, কৃষ্ণ কৃষ্ণ বলি তাই তব পাচে পাচে, আমি তো കങ്കാല, കൃഷ്ണ കൃഷ്ണ ബോലി തായി തവ പാച്ചേ പാച്ചേ. എന്താ എന്റെ അർത്ഥം? നോക്കൂ, അല്ലേ? ഉം. ഭഗവാൻ അങ്ങയുടേതാണ്, കൃഷ്ണ ഇസ് യുവേഴ്സ്. അല്ലെ? യു ഹാവ് ദ പവർ ടു ഗീവ് ഹിം ടു മീ. അങ്ങയ്ക്ക് ആ ഭഗവാൻ എനിക്ക് തരാനുള്ള കഴിവുണ്ട്, പവറുണ്ട്, അധികാരമുണ്ട്. അല്ലെ? ഞാൻ എന്താണ്? അങ്ങയുടെ ഒരു ദാസ്യനാണ്, ഒരു ദാസനാണ്, ഒരു വളരെ എളിമപ്പെട്ട ഒരു ശിഷ്യനാണ്. ഐ എം സിംപ്ലി യുവർ സെർവന്റ് എന്നാണ് പറയുന്നത്. റണ്ണിങ് ബിഹൈൻഡ് യു. എന്തിനാണ്? അങ്ങയുടെ പുറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? കൃഷ്ണ 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 എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ്, അല്ലെ, അങ്ങനെ കുറച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ പുറകെ ഓടുകയാണ്. അല്ലേ? എന്നാണ് ഇവിടെ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്. അല്ലേ?
അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കീർത്തനമാണ് ഓ ഹേ വൈഷ്ണവ ഠാക്കൂർ എന്ന് പറയുന്നത്. ഓ ഹേ വൈഷ്ണവ ഠാക്കൂര, അല്ലെ? അതിന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ ആ കീർത്തനത്തിലുള്ളതാണ് ഈ അവൻ ഇപ്പൊ പാടിയത്. ഭക്തിവിനോദ് ഠാക്കൂർ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ പ്രഭുപാദരുടെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ പിതാവാണ് ഭക്തിവിനോദ് ഠാക്കൂർ, അല്ലെ? ഭയങ്കര ഭക്തനാണ്. കളഞ്ഞു പോയതെല്ലാം നമുക്ക് തിരിച്ചു തന്നത് അവരിലൂടെയൊക്കെയാണ്. അത്രയ്ക്കും വലിയ ശുദ്ധമായ വൈഷ്ണവരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് അത് ഫോളോ ചെയ്തുകൂടാ? നമ്മൾ ഇനി ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കണ്ടുപിടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവര് പറയുന്ന വഴിയെ കൂടെ പോകാൻ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, അല്ലെ? ഉം. അവരെല്ലാം ഭഗവാൻ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, അവർക്ക് ഇഷ്ടം പോലെ നമുക്ക് തരാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യണ്ട, അവര് തരുന്നത് നമ്മൾ മേടിക്കുക, എന്നിട്ട് അല്ലെ അത് ശുദ്ധമായി സ്വീകരിക്കുക, അത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതാണ് ഭഗവാൻ ഠാക്കൂർ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തിയാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. നിങ്ങളെ രാവിലെ ഭഗവാന്റെ അടുത്ത് ഭക്തിയുടെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി. നിങ്ങൾ അങ്ങയുടെ ഒപ്പം ഏതായാലും രാവിലെ അങ്ങനൊരു വലിയ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ.